കശ്മീരിലെ പാമ്പോറിൽ ശനിയാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ മട്ടന്നൂർ സ്വദേശി സി രജീഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം കണ്ണൂർ DCS സൈനിക മേധാവികളുടെ നേതൃത്വത്തിലാണ് ഏറ്റുവാങ്ങിയത്. ഉച്ചയോടെ മട്ടന്നൂർ കൊടോളിപ്പുറത്ത് ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും. ജോഷില ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷില, ആരൊക്കെ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്? എവിടെയൊക്കെ പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട് മൃതദേഹം? മറ്റു വിവരങ്ങൾ. അഞ്ചു പാമ്പോറിൽ ഭീകരാക്രമണത്തിൽ വെടിയേറ്റ് മരിച്ച സൈനികൻ രതീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലെത്തിക്കും. ഇപ്പോൾ കരിപ്പൂരിൽ നിന്നും DSC ഓഫീസർമാരും അതുപോലെ തന്നെ തലശ്ശേരി തഹസിൽദാർ അടക്കമുള്ളവരാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം ഏകദേശം 1.5 മണിക്കൂറിന് ശേഷമായിരിക്കും മൃതദേഹം കണ്ണൂരിലെത്തുക. കണ്ണൂർ DSC ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുന്ന കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ മട്ടന്നൂർ IBയിൽ പൊതുദർശനത്തിന് വെക്കും. ഏകദേശം 11 മണിയോടുകൂടിയായിരിക്കും മട്ടന്നൂർ IBയിൽ പൊതുദർശനത്തിന് വെക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കൊടോളിപ്പുറത്തെ വീട്ടുവളപ്പിൽ 3 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. പരേതനായ രാഘവന്റെയും ഓമനയുടെയും ഏക മകനായിരുന്നു. പട്ടാന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും മട്ടന്നൂർ പഴശ്ശിരാജ എന്ന പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കിയ ശേഷം 14 വർഷമായി സൈനിക സേവനം നടത്തിവരികയായിരുന്നു രതീഷ്. 36 രാഷ്ട്രീയ റൈഫിൾസിലെ 3 വർഷത്തെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂർ 44th ഫീൽഡ് റെജിമെന്റിലേക്ക് തിരിച്ചു വരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണത്തിൽ വെടിവെയേറ്റ് മരിക്കുന്ന സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരാകെ സംഭവം അറിഞ്ഞതിന് ശേഷം ആശങ്കയിലാണ്. വളരെ ദുഃഖഭരിതമായ ഒരു സ്ഥിതിയാണ് നമുക്ക് മട്ടന്നൂരിൽ കാണാൻ കഴിയുന്നത്. ജോഷില, കഴിഞ്ഞ 9-ന് മാത്രമാണ് നാട്ടിലെത്തി 1 മാസത്തെ ലീവിന് ശേഷം രതീഷ് തിരികെ പോകുന്നത്. തീരാ ദുഃഖമായി മാറുകയാണോ നാട്ടുകാർക്കും ഒപ്പം കുടുംബത്തിനും? തീർച്ചയായും അഞ്ജു, 4 മാസം പ്രായമായ ഒരു മകനുണ്ട് അദ്ദേഹത്തിന്. മകനെ കണ്ടതിന് ശേഷം ഈ മാസം 9-ാം തീയതിയായിരുന്നു അദ്ദേഹം കാശ്മീരിലേക്ക് പോയത്. കാശ്മീരിൽ നിന്നും 36 രാഷ്ട്രീയ റൈഫിൾസിലെ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂർ 44 ഫീൽഡ് റെജിമെന്റിലേക്ക് തിരിച്ചു വരാൻ എന്ന പ്രതീക്ഷയോടുകൂടിയാണ് കാശ്മീരിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെല്ലാം 9-ാം തീയതി രതീഷ് കാശ്മീരിലേക്ക് പോകുമ്പോൾ വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു. തിരിച്ച് കോയമ്പത്തൂരിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഞെട്ടിക്കുന്ന ഒരു സംഭവമായാണ് നാട്ടുകാർ കാണുന്നത്. ബന്ധുക്കൾക്കും കനത്ത ആഘാതമായി മാറിയിരിക്കുകയാണ് രതീഷിന്റെ മരണം. ശരി ജോഷില.